ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് April 9th ഞങ്ങൾ കൂവപ്പാട് ഉണ്ണീശപ്പള്ളിയിലെ Day 1 of Biblia Fest 2K26. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഒക്കെ തന്നെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ചെറിയ മടിയൊക്കെ ഉണ്ട് എല്ലാവരുടെയും മുഖത്ത്, എന്നാലും എല്ലാവരും തന്നെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞങ്ങളുടെ റാലിയോടെയാണ് തുടങ്ങിയത്. നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ പള്ളിയിൽ നിന്ന് ഒരു റാലി ആയിട്ട് എല്ലാവരും, പിള്ളേരും അച്ഛനും എല്ലാവരും ഫ്ലാഗ് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കൊടിമരത്തിന്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസദായക എന്നുള്ള പാട്ടൊക്കെ പാടി ഞങ്ങൾ ആദ്യമേ തുടക്കം കുറിച്ചു. ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എല്ലാവരും കുറച്ച് അതിന്റെ ആ ഒരു എനർജിയിലേക്കൊക്കെ എത്തി തുടങ്ങി. അതിനുശേഷം നമുക്ക് ഉണ്ടായിരുന്നത് ബൈബിൾ പ്രദക്ഷിണമാണ്. ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ. പ്രാർത്ഥിച്ച് നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പുതിയ വികാരിയച്ഛനായ വർക്കിയച്ഛൻ നമുക്ക് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന ബ്രദർമാരെ പറ്റിയിട്ടും ഒരു ചെറിയൊരു ഇൻട്രോഡക്ഷൻ നമുക്ക്. റോബിൻ ബ്രദറും തോമസ് ബ്രദറും ആയിരുന്നു ഞങ്ങളുടെ ഈ 3 ദിവസത്തെ IBC അടിപൊളിയാക്കാൻ വന്നത്. നമുക്കപ്പോ ആക്ടിവിറ്റീസ്, ഈ 3 ദിവസത്തെ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ 4 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. എമ്മാവൂസ്, കാൽവരി, മോറിയ, ബത്ലഹേം. അതിനുശേഷം ഒരു വാമപ്പ്, ആ ഒരു മടീന്നൊക്കെ മാറിയോ ഒന്ന് എനർജറ്റിക് ആവാൻ ഒരു ചെറിയൊരു വാമപ്പ് സെഷൻ ആയിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. ഗെയിം അടിപൊളിയായിരുന്നു. നമ്മളൊന്ന് ഓണായി. അതിനുശേഷം ചെറിയൊരു പ്രെയർ കഴിഞ്ഞ് നമ്മള് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയി. ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടായിരുന്നത് 3 സെഷനായിട്ടായിരുന്നു. LP സെഷൻ, UP സെഷൻ ആൻഡ് ഹൈസ്കൂൾ സെഷൻ. അങ്ങനെ 3 സെഷൻസ് ആയിട്ടായിരുന്നു നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. നമ്മുടെ കാറ്റീസൺ ടീച്ചേഴ്സ് തന്നെയായിരുന്നു നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്തത്. ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു റിഫ്രഷ്മെന്റ് ബ്രേക്ക് തന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ സെഷൻസിലേക്ക് കയറി. ബ്രദർമാരുടെ സെഷനായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തിരിച്ച 4 ഗ്രൂപ്പുകൾക്ക് ലീഡേഴ്സിനെ ചൂസ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിനെ ഒന്നും കൂടി ഫുള്ള് പവർ ആക്കി എടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ദൗത്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് ഗെയിം ആയിരുന്നു. ഞങ്ങളുടെ മടിന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. മൊത്തത്തിൽ അങ്ങോട്ട് ഓണായി. പിന്നെ ഒരു അടിപൊളി ആക്ഷൻ സോങ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ലഞ്ച് ബ്രേക്കിന് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മെഡിറ്റേഷൻ സെഷനും കൂടെ ഉണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുൾ ഓൺ പവർ ആയിട്ടുള്ള ഗെയിം സെക്ഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഉറക്കത്തിന്റെ ആ മടിത്തട്ടിലേക്ക് വഴുതി വീഴാതെ ഞങ്ങളെല്ലാവരെയും അങ്ങ് ഫുൾ ഓൺ പവർ ആക്കിയിട്ട് പല ഗെയിം ഞങ്ങൾ തന്നെ എങ്ങോട്ടൊക്കെയാ ഓടി നടന്നതെന്ന് ഞങ്ങൾക്ക് പോലും ഒരു ഐഡിയ ഉണ്ടായില്ല. ഓരോരോ ഏജ് കാറ്റഗറിക്ക് ആയിക്കോട്ടെ, ഗേൾ പവർ കാണിക്കാൻ വേണ്ടി ഗേൾസിന്റെ ടീമിന് 4 ഗ്രൂപ്പിൽ നിന്നുള്ള ഗേൾസിന്റെ ടീമിന് വേണ്ടി ഒരു ഗെയിം, കിഡ്സിന് വേണ്ടിയിട്ട് ഒരു ഗെയിം, അങ്ങനെ ഫുൾ ഓൺ ആഫ്റ്റർനൂൺ സെഷൻ ഫുൾ നമ്മൾ ഗെയിംസ് കൊണ്ട് അങ്ങ് പവർ ആക്കി. അതിനുശേഷം നമ്മൾ ചെറിയൊരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ Day 1 അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അപ്പൊ ഇന്ന് April 10th, Day 2 of Biblia Fest 2K26. എല്ലാവരും രാവിലെ തന്നെ പള്ളിയിലേക്ക് എത്തി ഫുൾ സെറ്റായിട്ടിരിക്കുവാണ്. Day 1 മടിയൊക്കെ മാറ്റി ഫുൾ ഓൺ എക്സൈറ്റ്മെന്റിലായിട്ടാണ് ഞങ്ങൾ സെക്കൻഡ് ഡേ വന്നത്. ആദ്യം തന്നെ നമുക്കൊരു ടാസ്ക് അവിടെ തന്നത്. ഫസ്റ്റ് ഡേ നമുക്കൊരു വിശുദ്ധരെ സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം ഒരു ടാസ്കായി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾക്കൊരു പസിൽ സെക്ഷൻ ആയിരുന്നു. ഞങ്ങളുടെ ടീമിന്റെ ഓരോ ചാർട്ട് വർക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്ലാസ് സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. Day 1 പോലെ തന്നെ 3 സെഷൻസ് ആയിട്ട് ഹൈസ്കൂൾ, UP, LP. ക്ലാസ്സസിനൊക്കെ ശേഷം നമ്മൾ എല്ലാവരും കൂടി പള്ളിയിൽ വന്ന് ഒരുമിച്ചിരുന്ന് ഒരു ചാറ്റ് സെക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ലഞ്ച് ബ്രേക്കിനായിട്ട് പോയി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രഷർ ഹണ്ടായിരുന്നു. ആദ്യമേ തന്നെ ക്ലൂവിന് വേണ്ടി ഒരു കുട്ടി ഗെയിം കളിച്ചിട്ടാണ് ഈ ക്ലൂസ് എല്ലാം കിട്ടുള്ളൂ.
അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയുള്ള ഗെയിം കഴിഞ്ഞ് ക്ലൂകൾക്ക് വേണ്ടിയുള്ള തപ്പും തിരക്ക് മാത്രം. പള്ളി മൊത്തം ഓടി നടന്ന്, ഞങ്ങൾ ഇതുവരെ പള്ളിയിൽ ഇങ്ങനെ ഓടി നടന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ബൈബിൾ തപ്പുന്നു, എവിടേക്കൊക്കെ പിടച്ചു കയറിയെന്ന് ഞങ്ങൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഫുൾ അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡൊക്കെ ഏത് വഴി പോയെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിടന്ന് ക്ലൂവിന് വേണ്ടി ഞങ്ങൾ കിടന്ന് ഓടി. അടിപൊളിയായിരുന്നു. ടീം വർക്ക് ഞങ്ങൾക്ക് അന്നാണ് മനസ്സിലായത്. ട്രഷർ ഹണ്ടിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ഫുള്ളി ജെല്ലായി. അതിനുശേഷം നേടാ നമ്മുടെ ഡേ 2 പവർ പാക്ക് ആക്ഷൻ സോങ്. അടുത്തതായിട്ട് ഞങ്ങൾക്കൊരു അടിപൊളി ഗെയിമായിരുന്നു. വിത്തൗട്ട് എനി ബൗണ്ടറീസ് ഞങ്ങൾക്ക് ഇത്രമാത്രം കാറിപ്പൊളിക്കാൻ കിട്ടിയ ഒരവസരം ഞങ്ങൾ പാഴാക്കിയില്ല. ഇത്രയും മാത്രം സ്വരം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ ഒരു ഗെയിമിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. വിത്ത് ഓൾ ഫൺ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അതിനുശേഷം പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ ഡേ 2 അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഡേ 3 നമ്മൾ പള്ളിയിലേക്ക് ചെന്ന് കയറിയത് തന്നെ ഡേ 2 ബ്രദർമാര് കൊടുത്ത ഒരു ടാസ്കിന്റെ പ്രിപ്പറേഷൻസ് കണ്ടുകൊണ്ടായിരുന്നു. സോ ടുഡേ April 11th, ഡേ 3 ഓഫ് ബിബ്ലിയഫെസ്റ്റ് 2K26 ബൈബിൾ എക്സിബിഷൻ ആയിരുന്നു ഡേ 2 ബ്രദർമാര് കൊടുത്ത ടാസ്ക്. ഓരോ ഗ്രൂപ്പുകൾ എന്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത്. ആദോഹം കടിച്ച ആപ്പിള്, മണ്ണ്, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച വീന്, മോശയുടെ വടി, സാവൂളിന്റെ വാള്, രക്തം പുരണ്ട തൂവാല, എന്തിന് നോഹയുടെ പെട്ടകത്തിലെ മൃഗങ്ങള് വരെ ഉണ്ടായിരുന്നു. ബൈബിൾ എക്സിബിഷൻ അതൊരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം റാലി ആയിരുന്നു. ഓരോ ഗ്രൂപ്പും അവരുടെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പള്ളിക്ക് ചുറ്റും ഒരു അടിപൊളി റാലി. റാലി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ടറായ സാബു സാർ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. നല്ല പിള്ളേര്, അതിൽ ജീവനുള്ള പിള്ളേരാണെന്നാണ്. കണ്ണോട് ചോക്ലേറ്റ് ഹട്ടോട് എന്താ ബ്രദർമാരുടെ എനർജി. ഈ 3 ദിവസവും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫൺ എലമെന്റ് എന്റർടൈനിങ്ങും ആയിരുന്നു ഈ ഒരു ആക്ഷൻ സോങ്. ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് 3ാമത്തെ ദിവസം ലഞ്ച് ബ്രേക്കിന് മുമ്പായിട്ട് ചെറിയൊരു മെഡിറ്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ചിന് വേണ്ടി എല്ലാവരും പോയി. ലഞ്ച് ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ ലാസ്റ്റ് ഡേയിലെ ലാസ്റ്റ് ഗെയിം ഏറ്റവും അടിപൊളിയായിട്ട് ഞങ്ങൾ കളിച്ചങ്ങോട്ട് തകർത്തു. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കാരണം ഇത് നിസ്സാര കാര്യമല്ല. IBC ബാക്കി നമ്മുടെ സ്കൂളുകൾക്ക് DJ അങ്ങനത്തെ പരിപാടി ആനുവലിലേക്ക് പോകുമ്പോഴല്ല, പള്ളികളിൽ ഇങ്ങനെ കുറച്ച് വിശ്വാസത്തിലൊക്കെ നമ്മള് ഒരു പ്രാർത്ഥന ജീവിതത്തെ പറ്റിയൊക്കെ പള്ളിയിൽ തന്നെ ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പക്ഷെ ഈ ഒരു വെക്കേഷന്റെ ആ സമയത്തും നിങ്ങളെല്ലാം വരാൻ കാണിച്ച എല്ലാം ആ ഒരു മനസ്സിനും പ്രത്യേകിച്ച് പ്രൊമോട്ട് വന്നപ്പോൾ പറഞ്ഞത് ഈ ഒരു
ഒരു ടൈമിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഇടവേന കണ്ടിട്ടില്ല. പോയ ഇടവേന ഇത്ര ഉണ്ടായില്ല. ചിലപ്പോൾ +2 മിസ്സിംഗ് ആയിട്ട് 10ാം ക്ലാസ്സുകാർ കുറച്ച് ഉണ്ടാവും, +1 കാണില്ല. പക്ഷെ ഇവിടെ എല്ലാവരും വരാൻ കാണിച്ച നല്ല മനസ്സിലും ഒരു വലിയ കൈയ്യടി അനുസരിച്ച് 3 ദിവസം എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയ്യടി. ഫൈനലി ഈ 3 ദിവസം കാത്തിരുന്നേച്ച് The yet awaited റിസൾട്ട് അനൗൺസ്മെന്റ്. ടീം മോറിയ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം എമ്മാവൂസ് 1,00,000. ടീം കാൽവരി ഇനി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 1ാം സ്ഥാനം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാതെ മുന്നേറിയ ടീം ബെത്ലഹേമിന് 1,00,000. അടിപൊളിയായിരുന്നു. നമുക്ക് സമയം പോയത് അറിയില്ല. ലീഡർഷിപ്പിനെ പറ്റി പഠിച്ച്, അപ്രീസിയേറ്റ് ചെയ്യാൻ പഠിച്ച്, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ച്, പിന്നെ ഇന്നയാൾ തോക്കും ഇന്നയാൾ ജയിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു തോറ്റാലും നമുക്ക് ഇനിയും ജയിക്കണം, അല്ലാതെ വിഷമിച്ചിരിക്കാണ്ട് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒക്കെ വന്നു. ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഇനിയും ദിവസം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ പറ്റൂല. ഞാനിവിടെ ഫസ്റ്റ് ദിവസം തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ ഇവിടുത്തെ വൈബും എല്ലാം കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ട്. ഈ 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായെന്ന് തോന്നുന്നു. ബ്രദേഴ്സിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ബ്രദേഴ്സ് വൈബാണ്, ഞങ്ങൾക്കൊക്കെ പറ്റിയതാണ്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പറ്റിയുള്ള ഒരു ബ്രദേഴ്സാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകം പറയാനുള്ളത് അവർ കുറേ കമ്മ്യൂണിക്കേഷനെ പറ്റിയും കുറേ ദൈവത്തിൻ്റെ പറ്റിയ കാര്യങ്ങളൊക്കെ പറ്റി ഇപ്പോഴത്തെ ജനറേഷനെ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ ഇവർ ചെറിയ മറ്റേ അപ്രീഷിയേഷൻ ചെയ്യണതിനൊക്കെ പോയിൻറ്റ്സൊക്കെ തരുമ്പോൾ ഞങ്ങൾക്ക് അതിന് കൂടുതൽ അതിലേക്ക് പോകാൻ കാര്യം അപ്രീസിയേഷൻ കാരണം ബാക്കിയുള്ളവരെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ അവർ കുറേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർ കാരണം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ കുറേ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ടീം വർക്കിന് വേണ്ടി ഈ ഒരു ഉണ്ടായിരുന്ന 3 ദിവസം നമ്മളെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഒറ്റക്ക് നിന്നല്ല ടീമായിട്ട് ഇന്ന് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ലൈക്ക് ഇങ്ങനെ മാറി നിൽക്കും. ബട്ട് ഇവർ നമ്മളെല്ലാവരെയും എൻകറേജ് ചെയ്ത് ടീമായിട്ട് നിർത്തി എല്ലാം ചെയ്യിപ്പിച്ചായിരുന്നു. ബ്രദേഴ്സിനെ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കോപ്പാടപ്പള്ളി ഞങ്ങളിപ്പോൾ എൻ്റെ ഇവൻ്റെ 2ാമത്തെ ക്യാമ്പായിരുന്നു. പക്ഷേ വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വൈബ് എല്ലാവരും ഇപ്പോൾ സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും LP-ക്കാരായാലും അത്ര ഒരു തരംതിരിവില്ലാതെ എല്ലാവരും ഭയങ്കര മിങ്കിൾ ചെയ്തുകൊണ്ട് ആ ഒരു വൈബ് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്ത് കാര്യത്തിനായാലും ഗെയിംസിനായാലും ആക്ടിവിറ്റീസിലായാലും ഇങ്ങോട്ട് വന്ന് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രത്യേകിച്ച് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി. ഇപ്പോൾ ചിലവർ ഞങ്ങൾ ക്ലാസ് എടുത്ത സമയത്തായാലും അല്ലെങ്കിൽ പരിപാടിക്കകത്തായാലും ആ ഒരു പ്രോത്സാഹനം മറ്റ് ടീമിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കാൻ സാധിച്ചെന്ന് ഞങ്ങൾ ഭയങ്കര വിശ്വസിക്കുകയാണ്. അപ്പോൾ ബ്രദറിനും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പിള്ളേർ അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തു. എന്താ പറയുക, ഒരു സ്വർഗം കണ്ട ഫീലായിരുന്നു ഇവിടെ. അല്ല, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നത് ഒരു മലയോര പ്രദേശത്തു നിന്നാണ്. അവിടുത്തെ പിള്ളേരന്മാരല്ലേ ഇവിടുത്തെ സിറ്റി പിള്ളേർ. നല്ലൊരു കൂട്ടായ്മ എനിക്കതിൽ കാണാൻ സാധിച്ചു. എല്ലാ നേരവും മീൻസ് എല്ലാ പിള്ളേരും മുന്നിലോട്ട് വരുന്ന രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ ഇതിക്ക് മുമ്പ് പോയ പള്ളികളിലൊക്കെ നോക്കുകയാണെങ്കിൽ പിള്ളേർ +2-കാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പുറകിലായിരുന്നു. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ബോയ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ സാധിക്കുന്നത് എനിക്ക് ബോയ്സാണ്. ബോയ്സ് എല്ലാവരുടെയും അവരുടെ ഡാൻസും സ്റ്റെപ്പുകളും ഗേൾസിൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒത്തിരി അനുഭവങ്ങളും പാഠങ്ങളും ഓർമ്മകളുമായി ഇതാ മറ്റൊരു IBC കോഴ്സും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. Bibliafest 2K26 comes to an end. Thanks for watching.